ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. കാര്യമായ ഒരു ബൈബിൾ പശ്ചാത്തലമില്ലെങ്കിൽ പോലും നമുക്ക് പരിചയമുള്ള ഒരു വാക്കതായിരിക്കും അക്കൽദാമ. മലയാളത്തിൽ 1975 ആ പേരിലൊരു ചിത്രം മധു സംവിധാനം ചെയ്തുണ്ടായിരുന്നു. അക്കൽദാമെന്ന താഴ്വരയിൽ ഒരു ഡേ പെൺകുട്ടി ഉണ്ടായിരുന്നുള്ള പാട്ടൊക്കെ ഒരു പക്ഷേ ഏതൊരു കാലത്ത് നമ്മൾ ഓർമ്മിക്കുന്ന പാട്ടുകളാണ്. ഭന്നിക്കാവ് ശിവകുമാറിൻ്റെ വരികളാണ്, ശ്യാമിൻ്റെ സംഗീതം. എം ടി വാസുദേവൻ നായരുടെ അക്കൽദാമിലെ പൂക്കളെന്ന് പറയുന്ന ഒരു ചെറുകഥയും നമ്മൾ ഓർക്കുന്നുണ്ടാവും. യേശു മടങ്ങി വരുമ്പോൾ യേശുവിന് മനസ്സിലായി താൻ ആരെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സൗഭാഗ്യങ്ങളിൽ കൂട്ടിക്കൊണ്ട് വന്നോ അവരൊന്നും ആ ജീവിതം കൊണ്ട് അവന് യാതൊരുവിധ ദക്ഷിണയും അർപ്പിച്ചില്ലെന്ന്. ഓരോരുത്തരും തങ്ങൾക്കിണങ്ങിയ മട്ടിൽ ആ ജീവിതത്തെ ആഘോഷിച്ചും ആചരിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നുവെന്ന്. ഒടുവിൽ ജൂഡസിനോട് ഇനി ഭൂമി നിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു മടങ്ങിപ്പോകുന്ന വല്ലാത്ത ഉള്ളിൽ ഒരു ഭാരം തരുന്ന കറുത്ത ഫലിതമുള്ള ഒരു കഥയായിരുന്നു അത്. ചോരനിലമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം. ആദ്യം കുശവൻ്റെ പറമ്പെന്നറിയപ്പെട്ടിരുന്നൊരു ഇടം പിന്നീട് ചോരനിലമായതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ പോട്ടറിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന, കളിമൺ പാത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള ചുവന്ന മണ്ണാണ് അവിടെ ഉള്ളത്. പക്ഷേ ചുവന്ന മണ്ണ് കൊണ്ട് ആ പേര് വന്നതായിരിക്കാം ഒരു ആധുനിക കാലത്തിൽ എന്നൊക്കെ ഉള്ള നിരീക്ഷണങ്ങളുണ്ട്. പക്ഷെ കാലാകാലങ്ങളായിട്ട് ഇത് ജൂഡസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത്. രണ്ട് വ്യാഖ്യാനങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നടപടി പുസ്തകത്തിനകത്ത് പറയുന്ന ജൂഡസ് തൻ്റെ ഗുരുവിന് ഒറ്റുകൊടുത്ത 30 വെള്ളിക്കാശ് കൊണ്ട് വാങ്ങിയ നിലമായിരുന്നു അതെന്നും ആ നിലത്തിൽ അയാൾ തന്നെ അപമൃത്യുനിരയായിട്ട് ചോര വീണ് മരിച്ചെന്നുമൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ജൂഡസ് ആത്മഹത്യ ചെയ്യുകയും ജൂഡസ് ഉപേക്ഷിച്ചിട്ട് പോയ ആ 30 വെള്ളിക്കാശ് ദേവാലയ ഭണ്ഡാരത്തിൽ ഇടാനായിട്ട് നമുക്ക് അർഹതയില്ല, അവകാശമില്ല, അത് പാടില്ല എന്നൊക്കെയുള്ള അങ്ങനൊരു സങ്കല്പമുണ്ട്. ഇങ്ങനെ ചോരയുടെ പ്രതിഫലമൊന്നും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട പാടില്ല എന്നുള്ളത്. ദാവീദ് ദേവാലയം പണിയരുതെന്ന് ദൈവം ആഗ്രഹിച്ചതുപോലും, ദൈവം ശടിച്ചതുപോലും അതുകൊണ്ട് തന്നെ നിൻ്റെ കയ്യിൽ ചോരയുണ്ട്. എല്ലാ കാലത്തിലും നമ്മൾ ആവശ്യത്തിലേറെ ധ്യാനിക്കേണ്ട ഒരു വിചാരം അത്. അപ്പോൾ അത് പിന്നീട് പുരോഹിതർ ആ പണമെടുത്തുകൊണ്ട് യഹൂദരല്ലാത്തവരെ അടക്കാൻ വേണ്ടി, മരിച്ചവരടക്കുക എന്ന് പറയുന്ന യഹൂദർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കർമ്മമായിരുന്നു. അതവർ ഏറ്റവും വിശേഷപ്പെട്ടൊരു പുണ്യമായിട്ട് ഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ അടക്കാനായിട്ട് ഒരു നിലം വാങ്ങി എന്നൊക്കെ പറഞ്ഞാണ് മത്തായി ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ചോരയുടെ കഥയാണ്. രണ്ട് വേർഷനിലും ആ ത്രസ്റ്റ് രണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. നടപടി പുസ്തകത്തിൽ ജൂഡസിൻ്റെ ചോര വീണ് ഇടമെന്നാവാം, അല്ലെങ്കിൽ മാത്യുവിൻ്റെ സുവിശേഷത്തിൽ അതിങ്ങനെ യേശുവിൻ്റെ ചോരയുടെ വിലയെന്നാവാം. ഇങ്ങനെ ചോരനിലങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്ന വളരെ ഖേദകരമായ വിചാരം ഇതാണ്: ഏതിടമാണ് ഈ ഒരു പേരിന് അർഹമല്ലാത്തത്? വിശേഷിച്ചും നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഗ്രാമങ്ങളില്ലാതാവുകയും ചതുപ്പ് നിലങ്ങൾ വലിയ ഫ്ലാറ്റുകൾക്ക് വഴിമാറുകയും ഇടവഴികൾ ഓരോരോ പുതിയ പാതകൾക്ക് വേണ്ടി വിശാലമാകുകയൊക്കെ ചെയ്യുമ്പോൾ വികസനം എന്നൊക്കെ പേരിൽ നമ്മൾ പറയുന്ന പലതിന് പിന്നിലും ഈ ചോരയുടെ കഥയില്ലേ. അടുത്ത കാലത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അരികു ജീവിതവുമായി ബന്ധപ്പെട്ടൊരു മലയാള ചിത്രമൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഇതാണ്: എത്ര പേരുടെ ചോര വീണ ഇടമാണിതെന്നൊക്കെ. അത്തരം ഒരു സങ്കടത്തിൽ ആ ചിത്രത്തിനകത്ത് സാത്വികനായ ഒരു മനുഷ്യൻ തൻ്റെ പേരക്കുട്ടികൾ ഇതിനൊക്കെ ഓരോന്നിനും കൂട്ടുനിൽക്കുകയും അതിനുവേണ്ടിയൊക്കെ അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുന്നതൊക്കെ മറ്റുള്ള ചിത്രം കണ്ടു. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ മണ്ണ് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ അതിന് മീതെ ചോരയുണ്ട്. സഹോദരൻ്റെ ചോര, അധർമ്മത്തിൻ്റെ ചോര. അപ്പോൾ ഏതൊരു ഇടത്തിനും ഒരുപക്ഷെ പേരിട്ട് വിളിക്കാവുന്ന, ബൈബിൾ വെച്ച് നീട്ടുന്ന ഏറ്റവും കഠിനമായ ഒരു രൂപകം കണക്കുള്ള നാമമാണിത് അക്കൽദാമ. ഈ ഒരു പേരിൽ ഒരു പുസ്തകമുണ്ട്. വസ്തുതയിൽ അക്കൽദാമ എന്നല്ല പുസ്തകത്തിൻ്റെ പേര്. പുസ്തകത്തിൻ്റെ പേര് ഫീൽഡ് ഓഫ് ബ്ലഡ് എന്നുള്ള, ഫീൽഡ്സ് ഓഫ് ബ്ലഡ്. മതവുമായിട്ട് ബന്ധപ്പെട്ട് ഈ രക്തവയലുകളെക്കുറിച്ചുള്ള ചർച്ചയാണിത്. ഇന്ന് വളരെയേറെ വായിക്കപ്പെടുന്ന, പല പ്രാവശ്യം നമ്മൾ പരാമർശിച്ച, വായനയിൽ താല്പര്യമുള്ളവർ നിശ്ചയമായിട്ടും കണ്ടെത്തി വായിക്കേണ്ട കാരൻ ആംസ്ട്രോങ്ങിൻ്റെ സാമാന്യം കട്ടിയ ഒരു പുസ്തകമാണ്. വലിപ്പത്തിൽ കട്ടിയും ഒക്കെയുള്ളൊരു പുസ്തകമാണ് ഈ ഫീൽഡ്സ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്, രക്തനിലങ്ങൾ. ഒരു പക്ഷേ സ്വാഭാവികമായിട്ടൊരു
കന്യാസ്ത്രീയൊക്കെ ആയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. കാരണം നമുക്കറിയാം, അങ്ങനെ തൻ്റെ പുസ്തകത്തിന് അവരാ പേരിടുമ്പോൾ അവരുടെ മനസ്സിലോ വാക്ക് വീണിട്ടുണ്ടാകും അക്കൽദാമം. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് പൊതുവെ മതം വല്ലാതെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട്. ഭൂമിയുടെ ഹിംസയ്ക്കൊക്കെ പിന്നിൽ മതത്തിൻ്റെ ഒരു വല്ലാത്ത പങ്കുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതും. കാരൻ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് ദേശീയവും രാഷ്ട്രീയവുമായ കാരണങ്ങൾക്ക് മതപരിവേഷം കിട്ടിയതാണ് ഭൂമിയിൽ ഇത്രയും ഹിംസയ്ക്ക് കാരണം എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പൊതുവേ ഞാൻ ഓർക്കാറുണ്ട്, ചെറുപ്പത്തിൻ്റെയൊക്കെ ഒരു ആവേശത്തിലും കാര്യമായ അപഗ്രഥനമില്ലാതെയും ഭൂമിയിൽ വീണ രക്തമൊക്കെ ദൈവത്തിന് വേണ്ടി വീണ രക്തം, അല്ലെങ്കിൽ ദൈവനാമത്തിൽ വീണ രക്തമാണെന്നൊക്കെ പറഞ്ഞ ആവേശത്തോടുകൂടി പറഞ്ഞ കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് മാറിയത് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അത്രയും രക്തമൊക്കെ വീണ ദൈവനാമത്തിൽ തന്നെ ആയിരുന്നു. ഭൂമിയിൽ ഈ ഹിംസ എന്ന് പറയുന്ന വല്ലാത്തൊരു വികാരം കിടപ്പുണ്ട്. ഏതിലാണ് ഹിംസ ഇല്ലാത്തത്? പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ചില സങ്കല്പങ്ങൾ പോലും ഇങ്ങനെയാണ്. ചോര കൊണ്ട് പണിതുയർത്തിയാൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും, നാട്ടിൽ ഏതെങ്കിലും ഒരു പാലം പണി നടന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെന്ന നിലയിൽ നമ്മളെ മുതിർന്നവർ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നത് എന്തായിരുന്നു? ഇത് ഉയർന്ന് പൊക്കണമെങ്കിൽ, ഇത് ഉറക്കണമെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ചോര വേണം. അതിനകത്ത് കഥയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞും കൊല്ലപ്പെട്ടതായിട്ട് ഒരു കുഞ്ഞും കാണാതെ പോയതായിട്ട് അറിയത്തില്ല. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളെന്ന നിലയിൽ നമ്മൾ അനുഭവിച്ചൊരു ഭീതിയായിരുന്നു. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി ഇതിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി ഒരുപക്ഷെ നേദിച്ചേക്കുമെന്നുള്ളൊരു പേടി. അതെനിക്ക് തോന്നുന്നു എല്ലാ സമ്പ്രദായങ്ങളിലുമുണ്ട്, എല്ലാ വിശ്വാസങ്ങളിലുമുണ്ട്, എല്ലാ രാഷ്ട്രീയങ്ങളുമുണ്ട്. ഈ ചോര കൊണ്ട് മാത്രം കെട്ടി ഉയർത്തേണ്ട ഒരു പുതിയ കാലം എന്നൊക്കെ ഉള്ളൊരു സങ്കല്പം. നമ്മൾ ഈ ചോര എന്ന് പറഞ്ഞ വാക്കിനെ തെറ്റിദ്ധരിച്ച ചോര ഈ തെരുവിൽ ചൊരിയുന്നതല്ല ചോര. സഹോദരൻ്റെ കഴുത്തിൽ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് ചീറ്റി വരുന്ന ആ ദ്രാവമല്ല ചോര. ചോര ഒരാളുടെ ജീവിതം. യേശു ചോര എടുത്ത് വാഴ്ത്തിയെന്നൊക്കെ പറയുമ്പോൾ അതും നമുക്കറിയാം, വീഞ്ഞിനെ എടുത്തിട്ട് പറയുകയാണ് ഇത് രക്തമാണെന്ന് പറയുകയും ആ രക്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവനവൻ്റെ ജീവിതം തന്നെയാണ് ഈ രക്തം എന്ന് പറയുന്ന അർത്ഥം. അപ്പോൾ കുറേ കൂടി അവനവൻ്റെ ജീവിതം ചില കാരണങ്ങൾക്കും ആദർശങ്ങൾക്കും സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി നേദിക്കാൻ വേണ്ടി ഗുരുക്കന്മാർ ഉപയോഗിച്ച, അല്ലെങ്കിൽ ഭൂമിയിലെ നേതാക്കന്മാർ, വളരെ രാഷ്ട്രീയ നവോത്ഥാനങ്ങളിലൊക്കെ ഏർപ്പെട്ട മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആ ചോരയെന്ന് പറയുന്ന ജീവിതത്തിന് പകരമായിട്ട് നിൽക്കേണ്ട സങ്കല്പത്തെ നമ്മൾ എത്ര പരിമിതപ്പെടുത്തിയാണ് കണ്ടു തുടങ്ങിയതാണ്. അങ്ങനെ നമുക്ക് രക്തസാക്ഷികളെന്ന് പറയുന്ന ഒരെണ്ണത്തിന് അങ്ങനെ ഒരർത്ഥത്തിലും ഒരുപക്ഷെ അത്രയും കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആദരവും പ്രണാമമൊക്കെ കൊടുത്തു തുടങ്ങുകയും ചെയ്തു. നമ്മളതിനെ വലിയൊരു മൂല്യമായിട്ട് കണക്കാക്കാൻ തുടങ്ങി. ചോര ഇതല്ല ചോരയെന്ന് അണികളോടും ചുറ്റിനുമുള്ളവരോടും ഒരുപക്ഷെ ആ ചോരയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവരോടും ഒക്കെ വിളിച്ചു പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഹിംസ എന്ന് പറയുന്നൊരു വികാരം നമ്മുടെ ഇങ്ങനെ ജനിതകത്തിൽ കിടപ്പുണ്ടെന്നാണ് പറയുക. കാരണം അത് നമ്മൾ ഒരു കാലത്ത് കാടിൻ്റേതായിരുന്നു ഉള്ളതിൻ്റെ സൂചനയായത്. നോഹ ഇങ്ങനെ പുറത്തേക്ക് മലങ്കാക്ക അയക്കുന്ന കണക്കാണ്. മലങ്കാക്ക മടങ്ങി വരുന്നില്ല. മലങ്കാക്ക ഇങ്ങനെ ശവങ്ങൾ, ഈ ഒഴുക്കിൽ കൊല്ലപ്പെട്ട ശവങ്ങളുടെ മധ്യേ ഇരിക്കാൻ മടങ്ങി വരേണ്ട ബാധ്യതയില്ല. പിന്നീട് ഈ ഒരു അരിപ്രാവിനെ അയക്കുന്നു. അരിപ്രാവ് ഒരു ജില്ലയുമായിട്ട്, ഒരു ഒലിവ് ജില്ലയായിട്ട് മടങ്ങി വരുന്നു. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു സ്പ്ലിറ്റ് സെൽഫാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും ദുരന്തങ്ങളിലും ഓരോരുത്തരുടെയും പരാജയങ്ങളിലുമൊക്കെ ആഹ്ലാദിക്കുന്ന ഒരുതരം ശവ താല്പര്യം എന്നൊക്കെ പറയുന്ന ഒരു ആ വാക്കൊക്കെ ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ തന്നെ. നെക്രോഫീലിയ എന്ന് പറഞ്ഞൊക്കെ വാക്കുണ്ട്. ഈ മൃതശരീരത്തോടുള്ള താല്പര്യം അതൊരു സെക്സ്വൽ പെർവേഷനായിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് ഒരു മനുഷ്യൻ്റെ ഒരു ആഭിമുഖ്യങ്ങളുടെ കൂടി സൂചന കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ളിലൊരു മലങ്കാക്കയും ഒരു അരിപ്രാവിനെ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതിന് ഏതിനെയാണ് നമ്മൾ വെറ്റി പുലർത്തുന്നത്? ഏതിനെ വെച്ച് പുലർത്താനായിട്ടാണ് നമ്മുടെ സാഹചര്യം നമ്മളെ സഹായിക്കുന്നുള്ളതിനകത്തൊക്കെയാണ് നമ്മുടെ വിവേചന ശക്തിയും ബോധവുമൊക്കെ നമ്മളെ സഹായിക്കേണ്ടത്. പണ്ടൊക്കെ പറയുന്ന കണക്ക് രണ്ട് കിളികൾ ഒരുമിച്ച് പാർക്കും, അല്ലെങ്കിൽ രണ്ട് ജീവികൾ ഒരുമിച്ച് പാർക്കുമ്പോൾ ഒരു ജീവിയെ കൊല്ലാനായിട്ട് ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒരു ജീവിക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റേതിനെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുക. അപ്പോൾ അവനവൻ്റെ ഉള്ളിൽ അത്ര നല്ലതല്ലാത്ത ചില വികാരങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളതിന് പകരം, അല്ലെങ്കിൽ അത് പട്ടിണിക്കിട്ട് കൊല്ലുകയും ഒപ്പം ആ സുഹൃതങ്ങൾക്ക് പോഷണം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പുള്ള വഴി. അപ്പോൾ ഹിംസ എന്ന് പറയുന്നൊരു കാര്യത്തിനെതിരായിട്ട് എന്തുമാത്രം മനസ്സുകൊണ്ടും എന്തുമാത്രം ചിന്ത കൊണ്ടും എന്തുമാത്രം വാക്കുകൾ കൊണ്ടൊക്കെ ഉപരോധം സൃഷ്ടിക്കാമെന്നുള്ളതായിരിക്കും ആ പുതിയ കാലത്തിൻ്റെ ഏറ്റവും നല്ല ആത്മീയ ഉപാസന. കാരണം
മതം ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ആ ഹിംസയുടെ പേരിലാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വളരെ മതപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെ സ്ഫോടനാത്മകമായ ചില മുഹൂർത്തങ്ങളിൽ പോലും, വളരെ ഇൻഫ്ലെയിം ചെയ്യാവുന്ന മുഹൂർത്തങ്ങളിൽ പോലും ആ വയോധികനായ മാർപ്പാപ്പ പുലർത്തുന്നൊരു വിവേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരിടത്ത് പോലും ഏതെങ്കിലും ഒരു മതം കൊണ്ടാണ് ഈ പാളിച്ചെന്ന് പറയുന്നില്ല. മനുഷ്യരുടെ ആ പാളിച്ചെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ശരി. തെരുവിൽ വീഴുന്നത്, ഈ പടനിലങ്ങളിലൊക്കെ മണ്ണ് നനയുന്നത് ചെറുമുറക്കാരുടെ രക്തം കൊണ്ടുകൂടിയാണെന്നുള്ളത് ഇതൊരു വലിയൊരു ഹൃദയഭാരമുള്ള വിഷയമാക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് കാലത്തേക്ക് ഒരു ശാന്തതയ്ക്ക് ശേഷം ഇങ്ങനെ വടക്കൻ ഇടങ്ങളിൽ നിന്നൊക്കെ പുതിയ പുതിയ കലാപത്തിൻ്റെ വാർത്തകളുമൊക്കെ ആയിട്ട് വീണ്ടും ദിനപത്രങ്ങൾ കുറ്റപത്രം കണക്ക് നമ്മുടെ പ്രഭാതത്തിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ഒരു മലയാളത്തിലെ കുറച്ചൊരു വ്യത്യാസമുള്ളെന്ന് കരുതാവുന്ന ഒരു നടൻ ഇങ്ങനെ ഉറക്കെ ചോദിക്കുന്ന കണക്ക്, കൊല്ലിച്ചും വേണോ നമ്മുടെ രാഷ്ട്രീയത്തിലൂടെ നിലനിൽക്കാനായിട്ട്? ചെറുപ്പക്കാരാണ് വീഴുന്നു. ചെറുപ്പക്കാരില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു ദേശത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഭാവി ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതിനകത്താണ് മുതിർന്നവരായ നമ്മളൊക്കെ, ഇതിൽ മുതിർന്നതെന്ന് വിചാരിക്കുന്ന ഏതൊരാളുമൊക്കെ തകർന്നു പോവുക. വയോധികരാരും ഇത്തരം മത്സരങ്ങളിൽ, ഇത്തരം പടയോട്ടങ്ങളിൽ കൊല്ലപ്പെടാറില്ല. നമ്മളിങ്ങനെ മരിച്ചുപോയവർക്ക് വേണ്ടി ഉരുകി ജീവിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ തലവര. ഇത്തരം ഓരോ ചെറുപ്പക്കാരൻ്റെ കൊലപാതകവും നടക്കുമ്പോൾ ഞാൻ വെറുതെ ഓർത്തു പോകുന്നത് അയാളുടെ അച്ഛനും അമ്മയൊക്കെ കുറിച്ചാണ്. ഇതെങ്ങനെയാണ് അവരത് താങ്ങുക? പുരാണത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്ക് 105 പേർക്കും ഗുരുവായൂർ മനുഷ്യൻ ഇങ്ങനെ തലയെടുപ്പോടുകൂടി യുദ്ധക്കളത്തിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ ഉള്ള് ദുർബലമാക്കാനായിട്ട്, ഈ മനുഷ്യനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനായിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒരു കഠിനമായ വാർത്ത ഈ മനുഷ്യനോട് പറയുക. എന്താണത്? മകൻ മരിച്ചു എന്നുള്ള വാർത്ത പറയുക. അത് ആര് പറഞ്ഞാലും ഒരുപക്ഷെ ദ്രോണർ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് സത്യം മാത്രം പറയുമെന്ന് കരുതുന്ന ഒരാളോട് ആ കടമ ഏൽപ്പിക്കുന്നുണ്ട്. അയാളാവട്ടെ അസത്യമായൊന്നും ചെയ്യാൻ തയ്യാറുമില്ല. അപ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ വായിച്ച് കേൾക്കുന്ന ഒരു ആനയെ അശ്വത്ഥാമാവെന്ന് പേരിട്ട് അതിനെ കൊല്ലുന്നു. എന്നിട്ട് ആ പടക്കളത്തിൽ ഏറ്റവും നിർണായകരമായൊരു മുഹൂർത്തത്തിൽ വിളിച്ചു പറയുകയാണ്, അശ്വത്ഥാമാഹത, അശ്വത്ഥാമ മരിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, കുഞ്ചര, ആനയെ. പക്ഷെ അത് കേൾക്കാൻ പോലും ആവാത്ത വിധത്തിൽ ഈ വയോധികൻ കാറ്റത്തെ ഒരു ഉണക്കച്ചില്ല കണക്കിങ്ങനെ ഒടിഞ്ഞു വീഴുക. ചെറുപ്പക്കാരുടെ വിയോഗങ്ങൾ, അവരവശേഷിപ്പിച്ചിട്ട് പോകുന്ന ആ മുതിർന്നവരിൽ, ഒരുപക്ഷെ അവരുടെ ചെറുപ്പം വിധവകളിൽ, കൈക്കുഞ്ഞുങ്ങളിലൊക്കെ നിലനിർത്താൻ പോകുന്ന ദുരന്തത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, അതിൻ്റെ ഭാരത്തെക്കുറിച്ച് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ധാരണയുണ്ടോ? ഭൂമി കുറേ കൂടി സ്നേഹത്തിലേക്ക് ഉണരട്ടെ. ഹിംസ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ വിപരീതപദം സ്നേഹമാണെന്നുള്ള കാര്യം ആണ് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നോട്ട് ടു ഹർട്ട് എന്നാണ്. സ്നിഗ്ഗെന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് സ്നേഹം എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. സ്നിഗ്ഗെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പരിക്കേൽപ്പിക്കുക, മുറിപ്പെടുത്തുക, ക്ഷതപ്പെടുത്തുക എന്നൊക്കെ ഉള്ള. ടു ഹർട്ട്. എപ്പോഴും ഇങ്ങനെ വിപരീതപദമാണ്, നേതി എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക്. നോട്ട്. അങ്ങനെയെങ്കിൽ എന്താ സ്നേഹം എന്ന് പറയുന്നത്? നോട്ട് ടു ഹേർട്ട് ഈസ് ലവ്. അപ്പോൾ വലിയ വലിയ ചോര വീണ ഇടങ്ങളിൽ മാത്രമല്ല ഈ ഹിംസ നടന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഒരു മേലധികാരി എന്ന നിലയിൽ നിങ്ങൾക്കൊരു സബോർഡിനേറ്റിനോട് കാണിക്കുന്ന ഒരു അഭംഗി പോലും, ഒരുപക്ഷെ ഒന്ന് തോളുയർത്തുന്നു, അല്ലെങ്കിൽ ആ പുരികം വെട്ടിക്കുന്നു, ഇങ്ങനെയൊക്കെ കാട്ടി എന്തുമാത്രം രീതികളിൽ ഈ ഭൂമിയിൽ ഹിംസ അതിൻ്റെ എത്ര ഭാവങ്ങളിലാണത് ഇങ്ങനെ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക. ഒരു ഹിംസയും ഇല്ലാതെ ജീവിക്കുക എന്നുള്ള സങ്കല്പം കൊണ്ടെങ്കിലും പഴയ ജൈന സന്യാസികളൊക്കെ നടന്ന കണക്ക് ഇങ്ങനെ മുഖത്തിന് മീതെ ഒരു തുവാല കെട്ടി നടക്കുന്ന അവരുടെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ? അബദ്ധത്തിൽ പോലും ഒരു സൂക്ഷ്മജീവി തങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് അതിനൊരു അപകടം വരുതരുന്ന് കരുതുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യരായിരുന്നു വാസ്തവത്തിൽ മതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത്തരം സങ്കല്പങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചു? അപ്പോൾ യേശുവിലേക്ക് തന്നെ വരിക. യേശു പറയുന്ന കൊലപാതകം എന്ന് പറയുമ്പോൾ ചോര വീണമെന്ന് പോലുമില്ല. അത് നിങ്ങളുടെ ഭാവനയിൽ നിനക്ക് സംഭവിക്കുന്ന പാളിച്ച. അപരിണതരായിട്ട് നീ
ചെയ്യുന്ന ഒരു മോശപ്പെട്ട ഭാവന പോലും കൊലപാതകമാണെന്ന് യേശു പറഞ്ഞില്ലേ? സഹോദരനെ നീ ഭോഷണമെന്ന് ഗണിക്കുമ്പോൾ, വെൻ യു അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ബ്രദർ, ഏതെങ്കിലും തരത്തിൽ നിൻ്റെ സഹോദരൻ ഭേദപ്പെട്ടതല്ല, അയാൾക്ക് കഴിവില്ല, അയാൾ കൊള്ളില്ല, അയാൾക്ക് കളറില്ല, അതൊക്കെ മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ. വിശേഷിച്ചും ഇത്തരം ദിവസങ്ങളിലൊക്കെ മനുഷ്യർ ഈ അവരുടെ അപ്പിയറൻസിനെ കുറിച്ചൊക്കെ ഒത്തിരി പരാമർശങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തുമാത്രം തരത്തിലാണ് ഹിംസ ഭൂമിയിൽ വന്ന് ചാടുന്നത്. അപ്പോൾ ഹിംസയ്ക്ക് ഇനി ചോര വീണമെന്നില്ല, ഇനി അതിനൊരു അല്ലാതെ വെട്ടിത്തിളങ്ങണ ഒരു വായ്ത്തല വേണമെന്നില്ല, വാൾത്തലയുടെ ഒരു അടയാളം ഒന്നും വേണമെന്നില്ല. ഓരോരുത്തരുടെ ഉള്ളിൽ ഈ ഹിംസ നടക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം എന്ന വാക്കിലേക്ക് നമ്മുടെ കാലം ഇനിയും ഉണർന്നിട്ടില്ല. നമുക്ക് സ്നേഹമെന്ന് സങ്കല്പിക്കാവുന്ന ചില തെറ്റിദ്ധാരണകൾ തന്നെ ഇപ്പോഴും നമ്മൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശു സാത്താനെക്കുറിച്ച് പറയുന്ന കണക്ക് സാത്താൻ നുണകളുടെ അച്ഛനാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടങ്ങളിലും പ്രിയങ്ങളിലും ഒക്കെ ഉള്ള നമുക്കിണങ്ങിയ മട്ടിൽ ചേർത്ത് പിടിക്കുന്ന ജീവിതത്തെയൊക്കെ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ആ നുണകളുടെ അച്ഛനാണ്. പുറത്ത് കടന്നിട്ട് ഒന്നിനെയും ഹിംസിക്കാത്ത ഒരു കാലത്തെയും ലോകത്തെയും സ്വപ്നം കാണണം. അതിലേക്ക് കുഞ്ഞുമക്കളെ കൈപിടിച്ചു കൊണ്ടുപോകണം. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരോട് ശരിയായ രീതിയിൽ പ്രണാമം അർപ്പിക്കാൻ പോവുക. എങ്ങനെയാണ് അക്കൽദാമകൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ലളിതമായ വിശദീകരണമാണ് ജൂഡസ്. ഒരാൾ ഇങ്ങനെ മേശയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന് നടത്തുന്ന ഒരാൾ ഇറങ്ങിപ്പോവുക. എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഇതാണ്, ഗാർഹിക ബന്ധങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും പ്രണയത്തിൽ നിന്നും അടുപ്പങ്ങളിൽ നിന്നും ഒക്കെ ഇറങ്ങിപ്പോകുന്ന മനുഷ്യർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയ മനുഷ്യരാണ്. അവർക്ക് ഏത് തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഹിംസയിലേക്ക് വഴുതി പോകാൻ പറ്റും. പന്തി ഭോജനങ്ങളിൽ നിന്നും ഊട്ടുമേശയിൽ നിന്നും ഒക്കെ ഇറങ്ങിപ്പോയ മനുഷ്യർ ആ രാത്രിയിൽ ഇങ്ങനെ 12 പേര് ജൂഡസ് ഉൾപ്പെടെ അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകളിൽ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ, അവൻ്റെ ശരീരരക്തങ്ങൾ വാഴ്ത്തി കൊടുക്കുമ്പോഴൊക്കെ പങ്കാളിയായിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഈ മേശയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ്. അയാളെക്കുറിച്ച് വേദപുസ്തകം ഒറ്റ വരിയിലാണ് അയാളുടെ ആ ദുരന്തവും ഒക്കെ രേഖപ്പെടുത്തുന്നത്. പുറത്ത് ഇരുട്ടായിരുന്നു. അടിസ്ഥാന ബന്ധങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നുമൊക്കെ പുറന്തള്ളപ്പെട്ടവർ ഇറങ്ങിപ്പോകുന്ന ആ ഇരുട്ട് എത്ര കഠിനമാണ്. അതിൻ്റെ ഭാരമാണ് പല വാർത്തകളായിട്ട് നമ്മുടെ പ്രഭാതങ്ങളെ തേടി വരുന്നത്. ആമേൻ.